ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കിടിലൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതവിടെ 5 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മൂപ്പെത്തിയിട്ടുള്ള മാങ്ങ കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളറ് വരുന്ന ആ ഒരു പരുവയില്ലേ, അങ്ങനെയുള്ള മാങ്ങ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് ഇളം ഒരു മധുരവും ഉണ്ടാവും. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു പുളിപ്പും അതുപോലെ ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനത്തെ മാങ്ങ അച്ചാറിടുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ല കോട്ടൺ തുണി വെച്ച് നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതവിടെ ഈ ഒരു വലുപ്പത്തിലേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ അധികം തൊലി എന്താ പറയുക, ചില മാങ്ങ തൊലി ചെറുതായിട്ടൊരു ചവർപ്പ് പോലെ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തൊലിയൊന്നും കളയാതെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങ ഒരു കഷ്ണം കഴിച്ച് നോക്കിയിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ തൊലി എടുക്കണോ എടുക്കണ്ടേ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് നമുക്ക് ഒരിക്കലും കറക്റ്റ് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലായിരിക്കും അല്ലേ ഉപ്പ്. അപ്പോൾ ഉപ്പ് ഇതിൽ അച്ചാറിൽ എപ്പോഴും നമ്മൾ ഉപ്പിടുന്ന സമയത്ത് കുറച്ച് മുന്നിൽ നിൽക്കുന്ന ആ ഒരു രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ സ്പൂണോ കയ്യോ ഒന്നും ഉപയോഗിക്കേണ്ട. നമുക്ക് ഈ ഒരു പാത്രത്തെ ഇതുപോലൊന്ന് എന്താ പറയുക, ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ രാത്രി കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെക്കുന്നത്. ഇനി നമുക്ക് നാളെ രാവിലെ അച്ചാർ തയ്യാറാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രിയെല്ലാം ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരുവേ. ഇനി ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രാവിലെ കാണാം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ മാങ്ങയെല്ലാം നോക്കി, മാങ്ങയിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇതിവിടെ കാണിച്ചു തരാം. നല്ലതുപോലെ മാങ്ങയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ച് രാവിലെ തന്നെയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇതവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ ഇവിടെ 1/4 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങനെ പൊടിയായിട്ടൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അധികം പൊടിയായിട്ടല്ല കേട്ടോ, എന്നാലും മുഴുവനായിട്ടും അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കും. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ വെളുത്തുള്ളി ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കളറൊന്നും മാറി വരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. തീരെ എരിവില്ലാത്ത മുളകില്ലേ, കാശ്മീരി മുളക് പൊടി, ആ ഒരു മുളകും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ നിറയെ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കായപ്പൊടി ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു മാങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല അടിപൊളി ഒരു സ്മെല്ലും എല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് 1 മിനിറ്റ് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പകുതി മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുഴുവൻ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കണേ. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് എന്തായാലും മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാങ്ങ ചെറുതായിട്ടൊന്ന് വാടി കിട്ടുകയും ചെയ്യണം കേട്ടോ.
അങ്ങനെ ഞാൻ ഇതവിടെ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് വാടി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിവിടെ 2-3 മിനിറ്റ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് വിനീഗർ വേണ്ട, ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ വിനീഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുതലല്ലേന്ന്. ഒന്നുമല്ല കേട്ടോ. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് വറ്റിയിട്ട് നല്ല കറക്റ്റ് പരുവത്തിലായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാർ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് ഇതുപോലെ തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഇപ്പോൾ 2-3 ദിവസം പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ അത്രയും ദിവസമൊന്നും എത്തൂല, കാരണം അത്രയും അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് തീരും. ഇത് അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ട് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.